السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവീഴ്ച മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ ഖബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയുടെ കാലക്കാരായ ഒരാളെ കൊന്നു. കൊലയാളി ആരാണെന്ന് അറിയാൻ വയ്യാതെ വന്നപ്പോൾ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പശുവിനെ അറുത്തു. ആ പശുവിൻ്റെ ശരീരഭാഗത്തിൽ നിന്ന് വാലോ നാക്കോ എന്തോ എടുത്ത് മുറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് തട്ടിയപ്പോൾ അദ്ദേഹം ജീവനുള്ള ആളായിട്ട് വരികയും ചെയ്തു. എന്നതിന് ശേഷം അവരെന്ത് സംഭവിച്ചു? വീണ്ടും ثم قست قلوبكم من بعد ذلك, പിന്നീട് അതിന് ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി. എന്തുപോലെ? കൽ ഹിജാറ, കല്ലുകൾ പോലെ, പാറ പോലെ എന്ന് വേണ്ട. ഔ അഷദ്ദു ഖസ്വത്ത്, എന്ന പാറയേക്കാൾ കട്ടിയായിക്കൊണ്ട് അവരുടെ മനസ്സുകൾ കടുത്തുപോയി. എന്നാൽ പാറയെ സംബന്ധിച്ച് ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പാറകളിൽ ചിലത്, ആ പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകാറുണ്ട്. പാറകൾ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് നദികൾ ഒഴുകും, വെള്ളം ഒഴുകും. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ആ പാറകൾ ചിലത് പൊട്ടി വെള്ളം പുറത്തു വരുന്നു. ആ രീതിയിലുള്ള പാറകളുണ്ട്. പക്ഷെ മനുഷ്യർ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ അതിനേക്കാൾ കഠിനമായതാണ്, കട്ടിയുള്ളതാണ്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, ആ പാറകളിൽ ചിലത് ദൈവഭയത്താൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് താഴോട്ടുരുണ്ട് വീഴുകയും ചെയ്യുന്നു. താഴോട്ട് വീണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ പാറകൾ. പക്ഷെ മനുഷ്യന്മാരുടെ ഹൃദയം കഠിനമായി പോയാൽ എന്ത് ചെയ്യാൻ കഴിയും? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു അശ്രദ്ധവാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അശ്രദ്ധവാന്മാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് തുമ്മ ഖസദ് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി പോയി. അയ്യുഹൽ യഹൂദ്, യഹൂദികളെ, സ്വലബത്തൻ ഖബൂലിൽ ഹഖ്, യാഥാർത്ഥ്യം സ്വീകരിക്കുന്നതിനെ തൊട്ട് അവരുടെ ഹൃദയങ്ങൾ എന്താക്കി? തടഞ്ഞു. അപ്പോൾ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പാറകളെക്കാൾ കട്ടിയായ, പാറകളിലും നേർമയുള്ളതുകൊണ്ട് ആ പാറകളെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി നദികൾ ഒഴുകുന്നുണ്ട്. ആ പാറക്കഷണങ്ങൾ താഴോട്ട് വീണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ഉദാഹരണമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ വഇന്നമാ യുഅഖിറുക്കും ലിവഖ്തിക്കും, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അള്ളാഹു അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. പിന്നെയോ വഇന്നമാ യുഅഖിറുക്കും, നിങ്ങളെ അവൻ പിന്തിച്ചിട്ടേക്കുന്നത് എന്തിനാ? ലിവഖ്തിക്കും, നിങ്ങളുടെ സമയമാകുമ്പോൾ അവനിലേക്ക് നിങ്ങളെ മടക്കുകയും ചെയ്യും, നിങ്ങളെ റൂഹ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും കരുതിപ്പോകരുത് അള്ളാഹു അശ്രദ്ധവാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ വരുത്തി പോകരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുക.
أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. അഫതത്മഊന, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടുവോ? മുസ്ലിമീങ്ങളോട് മുഅ്മിനുകളോട് അല്ലാഹു ചോദിക്കുന്നു. അഫതത്മഊന അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടുവോ? അയ്യുഅ്മിനൂ ലക്കും, അൽ യഹൂദു, യഹൂദികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ നിന്ന് ഒരു കൂട്ടരുണ്ടായിരുന്നു. യസ്മഊന കലാമല്ലാഹ് ഫി തൗറാത്തി, തൗറാത്തിലുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർ കേൾക്കും. എന്നിട്ടോ സുമ്മ യുഹരിഫൂനഹു യുഗയ്യിറൂനഹു, അതിന് മാറ്റിത്തിരുത്തലുകൾ വരുത്തും, അട്ടിമറിക്കും. മിൻ ബഅദി മാ അഖലുഹു ഫഹമുഹു, അതിനവർ മനസ്സിലാക്കിയതിന് ശേഷം, അവർ വേണ്ടതുപോലെ അത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും? തൗറാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർ കേട്ടിട്ട് അതിനെ അട്ടിമറിക്കും. വഹും യഅലമൂൻ, അവരറിയും. അന്നഹും മുഫ്തറൂൻ, അവർ അതിനെ മനസ്സിലാക്കിയതാണ്, അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ ഇവരുടെ മുൻഗാമികളിൽ ചിലത് ഇങ്ങനെയായിരുന്നു എന്നിരിക്കെ ഇവർ വിശ്വസിക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടുവോ? മനസ്സിലാക്കിക്കൊള്ളുക. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. وإذا لقوا الذين آمنوا, സത്യവിശ്വാസികൾ അവർ കണ്ടുമുട്ടുമ്പോൾ ഖാലു, അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും. വഇദാ ഖലാ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവരിൽ നിന്ന് ചിലരിലേക്ക് ചിലർ അവരെന്ത് ചെയ്യും? പോകും, ഒഴിവാക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഖാലൂ, അവർ പറയും അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി തന്നതിനെ നിങ്ങൾ വെളിവാക്കുകയാണോ? യുഹാജ്ജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും, നിങ്ങൾ റബ്ബിങ്കൽ അവർ നിങ്ങൾക്കെതിരെ തെളിവ് നിരത്തുന്നതിന് വേണ്ടി. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബോധമില്ലേ, ബുദ്ധിയില്ലേ? നിങ്ങൾ അവരുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ പറയുകയാണോ? നിങ്ങൾക്കത് അവരായുധമാക്കുകയില്ലേ റബ്ബിങ്കൽ? പക്ഷേ അഫലാ തഅഖിലൂൻ, അവർക്ക് ബോധമില്ലേ? ഇതൊക്കെ അള്ളാഹ് അറിയുന്നതാണെന്ന്. വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പരസ്പരം പറയുകയും, പക്ഷേ അവർ അതിൽ ഒന്നും വിശ്വസിക്കാത്തവരാണ്. ഇവർക്കറിയില്ലല്ലോ, അള്ളാഹു ഇതൊക്കെ അറിയുന്നവനാണ്. ഇവരെ ഉള്ളുകളി എന്താണെന്ന് ഇവർക്കൊന്നും അറിയുകയില്ല. ആ രീതിയിലുള്ള കപടതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവരോടും പറയാനുള്ളത് ദുആ ചെയ്യുക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭീതി പടരുന്ന രീതിയിൽ ഇസ്രായേൽ ഇറാനിലേക്ക് മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. അതിന് മറുപടി എന്നോണം 5 ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന് മിസൈൽ അയച്ചിട്ടുണ്ട്, കുവൈത്ത് ഉൾപ്പെടെ. അള്ളാഹു എല്ലാ രാജ്യങ്ങൾക്കും സംരക്ഷണം നൽകട്ടെ. യഹൂദന്മാരെ പോലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അവരെയും അവരുടെ ചതിയിൽ നിന്നും രോഗരാജ്യങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പരസ്പരം ദുആ ചെയ്യുക. റമദാൻ മാസം ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.